ഈ വേർഡ്സിനും സെന്റൻസിനും എല്ലാം നമ്മളാണ് അർത്ഥം കൊടുക്കുന്നത്. അർത്ഥവും പവറും നമ്മൾ കൊടുക്കുന്നതാ. ഇതിന് മൊത്തത്തില് അർത്ഥം എന്താന്ന് വെച്ചാല്, നിങ്ങളോട് ഒരാൾ പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ മലയാളം എന്ന് പറയാണ്. അതൊരു മലയാളി പറയാണ്, നിങ്ങളെന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുമ്പോ പറയാണ്, നിങ്ങൾക്കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ഉള്ളോട്ടേക്ക് എടുക്കും. അത് ആ പവറിലും ആ സെന്റൻസ് നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ സെന്റൻസിൽ ഇവര് പറയാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇതിനെ ചെയ്യണോ? കാരണം ഇവര് പറഞ്ഞില്ലേ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യലുണ്ടാവില്ല. ഓക്കെ. രണ്ടാമത്തെ സിനാരിയോ എടുക്കാം. ഒരു ചൈനീസുകാരൻ, നിങ്ങൾക്ക് ചൈനീസ് ഭാഷ അറിയില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അറിയാത്തൊരു ഭാഷ എക്സാമ്പിൾ ആണ് ചൈനീസുകാരൻ. ഒരു ചൈനീസുകാരൻ നിങ്ങളടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളെന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കൂടെ അത് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് അവര് ചൈനീസ് ഭാഷയിൽ പറയാണ്. നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഉറപ്പ് ചിരിക്കും. ഇത് എന്താ പറയുന്നവര്, ഒന്ന് പോടോ ഞാൻ സാധനം ചെയ്യട്ടെ നല്ല രീതിയിൽ നിൽക്കും. പക്ഷേ ഫസ്റ്റത്തെ പേഴ്സണും സെക്കൻഡ് പേഴ്സണും സെയിം സാധനം തന്നെയാണ് പറഞ്ഞത്, സെയിം അർത്ഥത്തിന്റെ സാധനമാണ് പറഞ്ഞത്. പക്ഷെ ഫസ്റ്റത്തെ സാധനം മാത്രമേ നിങ്ങൾക്ക് കൊണ്ടിട്ടുള്ളൂ, ഉള്ളോട്ട് കൊണ്ടിട്ടുള്ളൂ. രണ്ടാമത് പറഞ്ഞ ആളത് നിങ്ങൾക്ക് ഉള്ളോട്ട് കൊണ്ടിട്ടില്ല. കാരണം നിങ്ങൾ ആ സെന്റൻസിന് അർത്ഥമോ പവറോ കൊടുത്തിട്ടില്ല. ഇവിടെ നോക്കേണ്ടത്, രണ്ടാമത്തെ പറഞ്ഞ ആൾക്കാർ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാർ നിങ്ങളെ മേത്തേക്ക് സാധനം എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ പറഞ്ഞ കേസിൽ നിങ്ങൾ അത് മാറി നിന്ന്, അതായത് എനിക്ക് മനസ്സിലാകുന്നില്ലടോ, നീ ഇതിന്റെ പണി നോക്ക്, ഞാൻ അത് ചെയ്യട്ടെ. സോ വാട്ട് ഐ എം സേയിങ് ഈസ് ദാറ്റ് എക്സ്റ്റേണൽ തിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എറിയേണ്ട ആൾക്കാർ എറിയും, പറയേണ്ട ആൾക്കാർ പറയും. പക്ഷെ ഏറ്റവും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും, ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും, 100% കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും, കൺട്രോൾ ചെയ്യേണ്ടതും ഇന്റേണൽ തിങ് ആണ്. ലൈക്ക് നമ്മളാണ് അതിന് പവർ കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. നമ്മളെ കൊണ്ട് ഇത് പറ്റും. സോ ഫസ്റ്റത്തെ ആൾക്കാർ പറഞ്ഞു, മലയാളി പറഞ്ഞു ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞപ്പോ യു വാസ് ലൈക്ക്, ഓ നീ പറഞ്ഞല്ലേ എന്നെ കൊണ്ടൊന്നും പറ്റൂല, അപ്പൊ എന്നെ കൊണ്ട് അത് പറ്റും. വേണേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. നീ ആര് എന്റെ പണി നോക്കി പോടും, ഞാൻ എന്റെ പണി എടുക്കട്ടെ, നിന്റെ സാധനം ചെയ്താൽ മതിയായിരുന്നു. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളടുത്ത് നെഗറ്റീവ് പറയാൻ വരികയാണെങ്കിൽ, അതായത് നിങ്ങളെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറയാൻ വരികയാണെങ്കിൽ, ജസ്റ്റ് ബി ലൈക്ക്, ഒന്ന് പോടും, എന്റെ പണി നോക്കി, ജസ്റ്റ് ഡു ദാറ്റ്. അതായത് ആ വേർഡ്സിനും സെന്റൻസിനും അവർക്കും ആ പവർ കൊടുക്കാതെ, ടേക്ക് ദ പവർ ആൻഡ് ജസ്റ്റ് ഡു യുവർ തിങ്.